വളരെ പ്രധാനപ്പെട്ട രണ്ട് വിവരങ്ങൾ. അതിലൊന്ന്, ഈ ചലച്ചിത്ര മേഖലയിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾക്ക് അവരെന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അവരെ പെട്ടെന്ന് ചീത്തക്കുട്ടികളാണ് എന്ന് മുദ്രകുത്തി അവരെ ബാൻ ചെയ്യുക, അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുക. അൺഒഫീഷ്യൽ ബാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നടത്തിയ പ്രമുഖ താരങ്ങളെ അടക്കം പവർ ഗ്രൂപ്പിൻ്റെ വിമർശനങ്ങളാണ്, പവർ ഗ്രൂപ്പിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വെട്ടിമാറ്റപ്പെട്ട ഭാഗത്തുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഈ അൺഒഫീഷ്യലായി ബാനിങ് നടത്താനും ഇരകളെ ഭീതിപ്പെടുത്താനും ശേഷിയുള്ള പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിവരമാവില്ലേ സ്വാഭാവികമായും 97-ാം പാരഗ്രാഫ് മുതൽ 106 വരെ ഉണ്ടാവുന്നത്? അത് ഗുരുതരമായ ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കില്ലേ? ഭീതിയുടെ അന്തരീക്ഷം വിതയ്ക്കുകയല്ലേ പവർ ഗ്രൂപ്പ് വീണ്ടും? തീർച്ചയായും അരുൺ കുമാർ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ പവർ ഗ്രൂപ്പിൻ്റെ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സർക്കാരിന് മേൽ പോലും അധികാരമുള്ള, അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് പോലും ഒരു സംരക്ഷണ വലയം തീർക്കാൻ ശക്തിയുള്ളതാണ് ഈ 15-അംഗ പവർ ഗ്രൂപ്പ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഈ വാർത്തയിലൂടെ അത് കൂടുതൽ വ്യക്തമായിരിക്കുന്നു. അതായത് നേരത്തെ ഹരീഷ് വാസുദേവൻ സൂചിപ്പിച്ചതുപോലെ ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്ന് മാത്രമാണ് ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സർക്കാർ ഇവിടെ ചെയ്തിട്ടുള്ളത് വേട്ടക്കാരുടെ സ്വകാര്യതയാണ് സംരക്ഷിച്ചത്. അവരിലേക്ക് എത്തുന്ന ഒരു സൂചന പോലും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ടാണ് വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടണം എന്ന് പറഞ്ഞ ഭാഗങ്ങൾ കൂടി ഇപ്പോൾ സർക്കാർ മറച്ചു വെച്ചിരിക്കുന്നത്. അതിൽ നിസ്സംശയം നമുക്ക് പറയാം, അത് ഈ പവർ ഗ്രൂപ്പിലേക്കുള്ള ഒരു സൂചനകൾ തന്നെയായിരിക്കും. ആരാണ് അതിൽ ഈ അംഗങ്ങളായിട്ടുള്ളത് എന്ന്. ഒരു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ പവർ ഗ്രൂപ്പ്, 15-അംഗ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പോലും സർക്കാർ എന്തുകൊണ്ട് പുറത്തുവിട്ടു എന്നാണ്. ഒരു പരിധിവരെ അത് പലയിടങ്ങളിലായി ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുപോലും സർക്കാർ മറച്ചു വെക്കുമായിരുന്നു. സിനിമാ രംഗത്ത് ഈ പവർ ഗ്രൂപ്പിനുള്ള പിടി എത്രത്തോളം ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്ത ഓരോ ഇരകളും പറഞ്ഞതാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ അൺഒഫീഷ്യൽ ബാനിങ്, അതായത് എന്തുകൊണ്ട് നേരത്തെ ഇവർ പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ള ചോദ്യം സമൂഹത്തിൻ്റെ നാനാകോണുകളിൽ നിന്നും ഉയരുമ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട ഉത്തരം അങ്ങനെ പരാതി പറയുന്നവർക്ക് മേൽ ഈ പവർ ഗ്രൂപ്പ് എടുത്തിട്ടുള്ള നടപടികളാണ്. ചെറിയ പരാതികൾ പോലും പറഞ്ഞാൽ അങ്ങനെ പരാതി പറയുന്നവരുടെ വായടപ്പിക്കും, അവർക്ക് മേൽ പ്രതികാര നടപടി ഉണ്ടാകും, അവരെ സിനിമയിൽ നിന്ന് വിലക്കും, അവരുടെ അവസരങ്ങൾ നിഷേധിക്കും. ഇതൊരു തൊഴിൽ മേഖല കൂടിയാണല്ലോ. അങ്ങനെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും, അവർക്ക് മറ്റു വഴികളുണ്ടാകില്ല. അങ്ങനെ സിനിമയോട് ഗുഡ് ബൈ പറഞ്ഞു പോയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവർ പറഞ്ഞത് അത്രയും ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ്, ഈ മാഫിയ സംഘത്തെക്കുറിച്ചാണ്. അവിടെ അരുൺ, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ അമ്മ എന്ന സംഘടനയുണ്ട്, മറ്റെല്ലാ സംഘടനകളുമുണ്ട്. ഈ സംഘടനകൾക്ക് മുന്നിൽ പരാതി പറയുമ്പോൾ പരാതി പരിഹരിക്കാനല്ല അവർ ശ്രമിച്ചിട്ടുള്ളത്. അവരും ശ്രമിക്കുന്നത് ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഈ സംഘടനകൾക്കുമേലെല്ലാമുള്ള പിടി ഈ പവർ ഗ്രൂപ്പിനുണ്ട്. ഈ സംഘടനകളെല്ലാം നിയന്ത്രിക്കുന്നത് പവർ ഗ്രൂപ്പാണ്. അവരാണ് തീരുമാനിക്കുന്നത് ആരാണ് ഈ സിനിമയെ സംവിധാനം ചെയ്യേണ്ടത്, ആരാണ് തിരക്കഥ എഴുതേണ്ടത്. അതായത് ഒരു സിനിമയെ സംബന്ധിച്ച് നിർമ്മാതാവോ സംവിധായകനോ അല്ല, പവർ ഗ്രൂപ്പിൽപ്പെട്ട പവർമാൻ ആ സിനിമയിലുണ്ടെങ്കിൽ അയാളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. കോടികൾ വിളയുന്ന ഈ സിനിമാ വ്യവസായത്തെ ഒന്നാകെ നിയന്ത്രിക്കുന്നത് ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. മലയാളത്തിൻ്റെ മഹാനടന്മാരിൽ പോലും പല ആളുകൾക്ക് ഈ പവർ ഗ്രൂപ്പിനെ അനിഷ്ടം കാരണം സിനിമാ മേഖലയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഒരു മാഫിയ ഉണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ നടന്മാർ. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പക്ഷേ ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ളത് അങ്ങേയറ്റം നിയമവിരുദ്ധമാണ്. ആരാണ് ഈ പവർ ഗ്രൂപ്പ് എന്നുള്ളത് അറിയാൻ പൊതുസമൂഹത്തിന് അവകാശമുണ്ടായിരുന്നു. അതിലേക്കുള്ള സൂചന അടയ്ക്കുന്നതായി പോയി. ഇതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചത്. അതിനെന്തായാലും സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂ. തീർച്ചയായിട്ടും സായ്കുമാർ, പവർ ഗ്രൂപ്പിന്റെ സ്വാധീനം അത്രമേലുണ്ടെന്ന് തെളിയിക്കുന്നതാണ് വിവരാവകാശ നിയമത്തെ പോലും അട്ടിമറിക്കുന്ന രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഈ നീക്കം.